ആധാരമായി ഇവിടെ വായിച്ചു കേൾക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യത എന്താണെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ്, കേൾക്കുന്നവൻ ഭാഗ്യവാനാണ്, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാണ്. ആരാണ് ഭാഗ്യവാൻ എന്നുള്ള കൃത്യമായ വെളിപ്പാടാണ് യോഹന്നാൻ ഇവിടെ കൈമാറുന്നത്. സ്തോത്രം. ഒടുവിൽ ആ വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നു, സമയം അടുത്തിരിക്കുന്നു. നിങ്ങളുമായി ഇന്ന് രാത്രിയിൽ ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കർത്താവിന്റെ വരവ് എന്നുള്ള വിഷയമാണ്. കർത്താവിന്റെ വരവ്. സ്തോത്രം. ഇന്ന് അധികം പ്രസംഗിച്ച് കേൾക്കാത്ത ഒരു വിഷയമാണ് കർത്താവിന്റെ വരവ്. എന്നാൽ 1-ാം നൂറ്റാണ്ട് മുതൽ വളരെ ശക്തമായി അപ്പോസ്തലന്മാർ ഉൾപ്പെടെ പ്രസംഗിച്ചു വന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കർത്താവിന്റെ വരവ്. എന്നാൽ ഈ അടുത്ത സമയങ്ങളിലൊന്നും നമ്മുടെ പ്രസംഗവേദികളിൽ അധികം ആരും പ്രസംഗിക്കാത്തതും നമ്മൾ കേൾക്കാത്തതുമായ ഒരു വിഷയമാണ് കർത്താവിന്റെ വരവ് എന്നുള്ളത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവിന് വേദപുസ്തകത്തിൽ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അതായത് ഒരു ദൈവവൈതലിന്റെ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവാണ്. ഈ തലമുറയിൽ ആ പ്രത്യാശയും പ്രതീക്ഷകളുമൊക്കെ പലരിലും അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് ചില കാര്യങ്ങൾ സമയപരിധിക്കകത്ത് നിങ്ങളുമായി സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങൾ 404 വാക്യങ്ങൾ അടങ്ങിയ അനുഗ്രഹിക്കപ്പെട്ട ഈ പുസ്തകം AD 95-96 കാലഘട്ടങ്ങളിൽ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ വെച്ച് എഴുതി എന്നാണ് ഈ പുസ്തകത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യോഹന്നാനാണ്. ഈ പുസ്തകത്തിന്റെ ഹെഡിങ് യോഹന്നാന് ഉണ്ടായ വെളിപ്പാട് എന്നാണ്. അതായത് ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. അപ്പോൾ ഈ വെളിപ്പാട് എന്ന് പറയുന്ന പുസ്തകത്തിലെ യാഥാർത്ഥ്യങ്ങളെല്ലാം അത് ദൈവത്തിന്റെ സ്വന്തമാണ്, ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള പദ്ധതികളാണ്. സ്തോത്രം. ആ ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം അത് യേശുവിന് കൊടുത്തു, യേശു അത് ദൂതന് കൊടുത്തു, ദൂതൻ അത് യോഹന്നാന് കൊടുത്തു, യോഹന്നാൻ അത് സകല ജനത്തിനും കൊടുത്തു, അല്ലെങ്കിൽ സഭയ്ക്ക് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ദൈവ പദ്ധതികൾ കൈമാറി 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 ഒടുവിൽ അത് ദൈവസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ദൈവ പദ്ധതികളൊക്കെ തന്നെ, അല്ലെങ്കിൽ ദൈവം നമ്മെ എന്തെങ്കിലും ഏൽപ്പിക്കുന്നെങ്കിൽ അത് നമ്മിൽ ഒതുക്കി വെക്കാനുള്ളതല്ല, അത് മറ്റുള്ളവരിലേക്ക് കൈമാറേണ്ടതാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെത് ദൈവം അത് യേശുവിന് കൊടുത്തു. അത് യേശു കയ്യിൽ ഒതുക്കി വെക്കാതെ അത് ദൂതന്റെ കയ്യിൽ കൊടുത്തു. ദൂതൻ തന്റെ കയ്യിൽ അത് പിടിച്ചു വെക്കാതെ അത് യോഹന്നാന് കൊടുത്തു. യോഹന്നാനും അത് തന്നിൽ ഒതുക്കാതെ അത് സഭയ്ക്ക് കൈമാറി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ദൈവം നമ്മിൽ പകർന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് അത് നമ്മിൽ ഒതുക്കി വെക്കേണ്ടതല്ല, അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരേണ്ടതാണ്. സ്തോത്രം. എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്? ദൈവം എന്ത് നമ്മെ ഏൽപ്പിച്ചാലും അത് ഒതുക്കി വെക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാന് ലഭിച്ച വെളിപ്പാട് സഭയ്ക്ക് താൻ കൈമാറുകയാണ്. അങ്ങ് സഭയ്ക്ക് കിട്ടിയ ആ വെളിപ്പാടാണ്, അല്ലെങ്കിൽ ദൈവം കൊടുത്ത വെളിപ്പാടുകളാണ് പുസ്തകത്തിന്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി വെളിപ്പാട് എന്ന പദത്തിന് മൂലഭാഷയായ ഗ്രീക്കിൽ അപ്പോകലിപ്സിസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ആ പദത്തിന്റെ അർത്ഥം മറ നീക്കി പ്രത്യക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നിത്യതയിൽ ദൈവം പ്ലാൻ ചെയ്ത ദൈവ പദ്ധതികൾ പത്മോസ് എന്ന ദ്വീപിനകത്ത് ആ ദൂതൻ മുഖാന്തരം യോഹന്നാനൊക്കെ ഭാവിയുടെ സംഭവങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. ഇനി ഈ വെളിപ്പാടെന്നതിന് എബ്രായ ഭാഷയിൽ പറയുന്നത്, ഹിബ്രുവിൽ പറയുന്നത് ഗാല എന്നുള്ള പദമാണ്.
അതിന്റെ ലാറ്റിൻ പ്രയോഗം റെവലേഷ്യോ എന്നുള്ള പദമാണ്. അതിന് ഇംഗ്ലീഷിൽ റെവലേഷൻ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇനി മലയാളത്തിൽ അതിന് വെളിപ്പാട് എന്ന് തന്നെയാണ്. ചില ആളുകൾ വെളിപ്പാടിന് വെളിപാടെന്ന് പറയാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റാണ്. വെളിപ്പാട് എന്ന് തന്നെ കൃത്യമായി പറയണം. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ദൈവ പദ്ധതികളുടെ ചുരുളരിക്കുകയാണ് ഈ പുസ്തകത്തിന്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ശ്രദ്ധിക്കണം, ഈ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിനകത്ത് കിടന്ന് എഴുതുന്നതാണ്. ദ്വീപിൽ വെച്ച് ദൈവം കാണിച്ചു കൊടുക്കുന്നതൊക്കെ കൃത്യമായി താൻ രേഖപ്പെടുത്തുന്നു. വിശദീകരിക്കുവാൻ സമയം പോരാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി ഈ പുസ്തകത്തെ പ്രധാനമായിട്ടും 3 ഭാഗമായിട്ടാണ് തിരിക്കുന്നത്. 22 അധ്യായങ്ങളെ 3 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അത് 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് തന്നെ അത് കൃത്യമായി വ്യാഖ്യാനിക്കുന്നു, രേഖപ്പെടുത്തുന്നു. 1:19 കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഉള്ളതും നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നത്. 3 ഭാഗമായി തിരിക്കുന്നു. അതിൽ 1 നീ കണ്ടത്, 2-ാമത്തെ ഭാഗം ഇപ്പോഴുള്ളത്, 3-ാമത്തെ ഭാഗം മേലാൽ സംഭവിപ്പാനിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് ഈ വെളിപ്പാട് പുസ്തകത്തെ തിരിക്കുന്നത്. എന്താണ് നീ കണ്ടത്? 1-ാമത്തെ ഭാഗം നീ കണ്ടത് അത് കഴിഞ്ഞ കാര്യമാണ്, അല്ലെ? പാസ്റ്റിൽ സംഭവിച്ച കാര്യമാണ്, ഭൂതകാലമാണ്. നീ കണ്ട് കഴിഞ്ഞ കാര്യം എന്താണ്? 1-ാം അധ്യായമാണ് നീ കണ്ടത് എന്ന് പറയുന്നത്. അതായത് 1-ാം അധ്യായത്തിൽ യോഹന്നാൻ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ പത്മോസിൽ കാണുന്നു. അങ്ങനെ താൻ പത്മോസിൽ കാണുന്ന ക്രിസ്തുവിന്റെ അംഗവർണ്ണനകളുടെ വിശദീകരണമാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ യോഹന്നാൻ എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള, അവന്റെ കണ്ണ് അഗ്നിജ്വാലിക്കൊത്തത്, അവന്റെ കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ, അവന്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ യോഹന്നാൻ തന്റെ യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ 3.5 വർഷം യോഹന്നാൻ ക്രിസ്തുവിന്റെ ഒപ്പം നടന്നിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാകാര ഭംഗിയാണ്, അല്ലെങ്കിൽ അവന്റെ ശരീര അവയവങ്ങളുടെ വർണ്ണനയാണ് നമുക്ക് 1-ാം അധ്യായത്തിന്റെ അകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ കാണുന്ന ദർശനം, അതാണ് 1-ാം അധ്യായത്തിൽ നീ കണ്ടത് എന്നുള്ളത്. ഇനി 2-ാമത്തെ ഭാഗം ഇപ്പോഴുള്ളത്. എന്താണ് ഇപ്പോഴുള്ളത്? 2-3 അധ്യായങ്ങൾ ചിറ്റാർസിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള 7 സഭകൾക്കുള്ള ദൂതാണ്. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഇതാണ് 7 സഭകൾ. അപ്പോൾ ഈ 7 സഭകൾക്കുള്ള ദൂതാണ് നമുക്കവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്താണ് ഇതാണ് ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത്. ഇപ്പോഴുള്ളത് ഇതാണ്. അതായത് എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക 7 സഭകൾക്കുള്ള ദൂതാണ്. എന്താണ് ഈ 7 സഭകൾ ചിത്രീകരിക്കുന്നത്? അതായത് AD 70 ദൈവസഭ ആരംഭിക്കുന്നത് മുതൽ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് വരെയുള്ള കാലഘട്ടങ്ങളെ 7 ഘട്ടങ്ങളായി ചിത്രീകരിച്ചുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇത് 7 കാലഘട്ടമാണ്. 1-ാമത്തെ സഭ എന്ന് പറയുന്നത് എഫെസോ സഭയാണ്. എഫെസോ സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 70 മുതൽ 170 വരെയുള്ള കാലഘട്ടമാണ്. 2-ാമത്തെ സഭ എന്ന് പറയുന്നത് സ്മുർന സഭയാണ്. സ്മുർന സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 170 മുതൽ 312 വരെയുള്ള കാലഘട്ടമാണ്. 3-ാമത്തെ സഭ എന്ന് പറയുന്നത് പെർഗമോസ് സഭയാണ്. പെർഗമോസ് സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 312 മുതൽ 606 വരെയുള്ള കാലഘട്ടമാണ്. അടുത്ത സഭ എന്ന് പറയുന്നത് തുയഥൈര സഭയാണ്. തുയഥൈര സഭയുടെ കാലഘട്ടം 606 മുതൽ 1520 വരെയുള്ള കാലഘട്ടമാണ്. അടുത്ത സഭ എന്ന് പറയുന്നത് സർദീസ് സഭയാണ്. സർദീസ് സഭയുടെ കാലഘട്ടം 1520 മുതൽ 1750 വരെയുള്ള കാലഘട്ടമാണ്. അതിനുശേഷമുള്ള സഭ എന്ന് പറയുന്നത് 6-ാമത്തെ സഭ ഫിലദൽഫിയ സഭയാണ്. 1750 മുതൽ 1900 വരെയുള്ള കാലഘട്ടം. പിന്നീട് ഒടുവിലത്തെ സഭാ കാലഘട്ടം ലവോദിക്കയാണ്. അതായത് 1900 മുതൽ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് വരെയുള്ള കാലഘട്ടമാണ് ലവോദിക്ക സഭയുടെ കാലഘട്ടം. അപ്പോൾ ദൈവസഭയുടെ കാലഘട്ടങ്ങളെ 7 ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട്
ഒടുവിലത്തെ സഭാ കാലഘട്ടം എന്ന് പറയുന്നത് 1900 മുതൽ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് വരെയാണെങ്കിൽ ഒരു കാര്യം ദൈവമക്കളായ നമ്മൾ മറന്നുപോകരുത്. ദൈവസഭ എത്തി നിൽക്കുന്നത് സഭയുടെ ഏറ്റവും ഒടുവിലത്തെ കാലഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇനി സഭയ്ക്ക് ഭൂമിയിൽ മറ്റൊരു കാലഘട്ടമില്ല. ഈ കാലഘട്ടത്തിന്റെ ഏതു സമയത്തും കർത്താവ് വരും. കർത്താവിന്റെ കാഹളം ധ്വനിക്കും. ദൈവമക്കളായ നമ്മൾ രൂപാന്തരപ്പെടും. അതുകൊണ്ട് ഏത് സമയത്ത് കർത്താവ് വന്നാലും കർത്താവിനോടുകൂടെ എടുക്കപ്പെടത്തക്ക നിലയിൽ ഒരുങ്ങി മുന്നോട്ട് പോകുക എന്നുള്ളത് ഈ രാത്രിയിൽ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവിന് കൈമാറാനുള്ള സന്ദേശമാണ്. കാരണം കർത്താവ് ഈ തലമുറയിൽ വരും. കർത്താവിന്റെ വരവ് ഏത് സമയത്തും നടക്കാം. അതിന്റെ കാരണം സഭ എത്തി നിൽക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ സഭയുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് കർത്താവിന്റെ വരവ് വാതിക്കലായിരിക്കുന്നു. ഒരു പക്ഷേ എന്റെയോ നിങ്ങളുടെയോ മരണം സംഭവിക്കുന്നതിന് മുൻപ് കർത്താവിന്റെ കാഹളം ധ്വനിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കർത്താവിന്റെ വരവ് നടന്നാൽ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും, എന്റെ കർത്താവ് വന്നാൽ ഞാൻ അവനോടുകൂടെ നിത്യതയിൽ ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ അവനോടുകൂടെ ഞാൻ എടുക്കപ്പെടുമെന്ന്? ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇനി മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മേലാൽ സംഭവിപ്പാനുള്ളത്. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളാണ്. അതിൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അല്ലെങ്കിൽ ഇവിടെ കയറി വരിക എന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറയുന്നു. അപ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുസ്തകം തുറക്കാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായ ആരുള്ളൂ എന്ന് ചോദിക്കുന്ന ഒരു സ്വർഗീയ ശബ്ദം കേൾക്കുകയും യേശു കർത്താവ് അതിന് മുന്നോട്ട് വരികയും ചെയ്യുന്നതായി 5-ാം അധ്യായത്തിൽ കാണാം. 6-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെട്ട അനന്തരം ഭൂമിയിൽ നടക്കുന്ന സ്തോത്രം 7 വർഷത്തെ ഭരണം, എതിർ ക്രിസ്തുവിന്റെ ആന്റിക്രൈസ്റ്റിന്റെ ഭരണം നടക്കും. അതാണ് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 19-20 അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിലത്തെ യുദ്ധവും, അതുപോലെ പിശാചിനെ 1000 ആണ്ടേക്ക് ചങ്ങലയിലിടുന്നതും, ഒടുവിലത്തെ അന്ത്യ ന്യായവിധിയായ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയും ഒക്കെയാണ് 19-20 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയും സ്തോത്രം നിത്യതയിൽ എന്നുള്ള വിഷയമാണ്. 22-ാം അധ്യായത്തിൽ നമുക്ക് വളരെ കൃത്യമായി 21, 22 അധ്യായങ്ങളിൽ പുതിയ യെരൂശലേം എന്ന അലങ്കൃതമായ ആ ദൈവ പദ്ധതിയെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, പുതുവാന ഭൂമിയും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ വിഭജനം. വളരെ ചുരുക്കമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു സമയത്തിന്റെ പരിമിതി കൊണ്ട്. അപ്പോൾ ഇത് വിഭജിച്ചിരിക്കുന്നത് മനുഷ്യനല്ല, ഇത് വിഭജിച്ചിരിക്കുന്നത് കർത്താവാണ്. സ്തോത്രം. ഈ പുസ്തകത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുക. ഇതിൽ 1-ാമത്തെ ഭാഗമാണ് ക്രിസ്തുവിന്റെ വെളിപ്പാട്. 2ഉം 3ഉം അധ്യായങ്ങൾ സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എന്നാൽ 5-6 മുതൽ ഉള്ള അധ്യായങ്ങൾ പഠിച്ചാൽ സഭയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് അനന്തരം ഭൂമിയിൽ സംഭവിക്കുന്ന സംഭവങ്ങളുടെ വിശദീകരണമാണ് 6 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാത്രിയിൽ എല്ലാം വിശദീകരിച്ച് പറയുവാൻ നമ്മുടെ മുമ്പിൽ സമയം കുറവായതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഏറ്റവും അത്യാവശ്യമായ ചില വിഷയങ്ങൾ നിങ്ങളുമായി സംസാരിക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇനി ഏറ്റവും അടുത്ത സമയത്ത് നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കർത്താവിന്റെ വരവ് തന്നെയാണ്. സ്തോത്രം. പലരും കർത്താവ് കുറച്ചും കൂടെ താമസിച്ചു വന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ലോകം മാറുകയാണ്. മനുഷ്യൻ ആഡംബരത്തിനും അതിൻ്റെതായ നിലകളിലുള്ള ജീവിതത്തിലേക്കുമൊക്കെ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് കർത്താവിന്റെ വരവ് അല്പം കൂടെ താമസിച്ചാലും നല്ലതാണ് എന്ന് ചിന്തിക്കും
കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലേക്ക് സഭ ഒതുങ്ങിപ്പോവുകയാണ്. എന്നാൽ പൗലോസിന്റെ കാലഘട്ടത്തിലൊക്കെ കർത്താവ് വരണം, അല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ ഇരിക്കണമെന്നുള്ള ആ അതിയായ ആഗ്രഹമുണ്ടായിരുന്ന ഭക്തന്മാരായിരുന്നു. അതുപോലെ യോഹന്നാനൊക്കെ കർത്താവെ വരണമേ എന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ ആ വിശുദ്ധന്മാരൊക്കെ. അങ്ങനെ നൂറ്റാണ്ടുകൾ പലത് കടന്നുപോയി. 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ പ്രൈസ് കർത്താവിനെ കുറിച്ചുള്ള വരവിനെ കുറിച്ച് ആഴമായി ചിന്തിക്കാത്തവരും പഠിക്കാത്തവരുമായി സഭ അധപ്പതിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ വരവാണ്. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ താൽക്കാലികമാണ്. ഇവിടെ എന്തെല്ലാം നേടിയാലും, ഇവിടെ എന്തെല്ലാം സമ്പാദിച്ചാലും, വിദ്യ കൊണ്ട് പ്രബുദ്ധരായാലും, ആരോഗ്യമുള്ള മക്കളുണ്ടെന്ന് അഹങ്കരിച്ചാലും, സ്തോത്രം, വിദേശ രാജ്യങ്ങളിൽ ഉന്നതമായ ജോലി ചെയ്ത് ആ ലക്ഷക്കണക്കിന് രൂപ മാസങ്ങളിൽ സമ്പാദിക്കുന്നവരാണെങ്കിലും പ്രൈസ് ഇതെല്ലാം ഇവിടം കൊണ്ട് അസ്തമിക്കും. എന്നാൽ ഇവിടം കൊണ്ട് അസ്തമിക്കാത്തതൊന്ന് ഹല്ലേലൂയ നമ്മുടെ ആത്മാവാണ്, നിത്യതയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അവൾ ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മൾ ആർജിച്ചെടുത്താലും പ്രൈസ് നമ്മുടെ ക്ഷണികമായ 70 അല്ലെങ്കിൽ 80 വർഷത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുക നെട്ടോട്ടമോടുന്ന മനുഷ്യൻ ഹല്ലേലൂയ നിത്യതയെക്കുറിച്ചുള്ള ചിന്ത വിട്ടുകളയുന്നു. ക്രിസ്തുവിന്റെ വരവിൽ അവർ അജ്ഞരായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന സമയം ഏറ്റവും അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, ഉറങ്ങുന്നവരെ ഉണർന്ന് എഴുന്നേൽക്കുക. പൗലോസ് എഫെസ്യ ലേഖനത്തിൽ എഴുതി വെക്കുന്നു, ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു വരിക. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ആത്മീക ജീവിതത്തിൽ ഉറക്കം മയക്കവും വന്ന്, ക്ഷീണം വന്ന്, മടുപ്പ് വന്ന്, എങ്ങനെയെങ്കിലും ഒക്കെ ആത്മീക ജീവിതം ഒന്ന് ജീവിച്ചു തീർക്കാൻ വേണ്ടി പെടാപ്പാട് വിടുമ്പോൾ പ്രൈസ് കർത്താവ് പറയുന്നു, ദൈവം തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുവാനുള്ള സമയം ഏറ്റവും അതിക്രമിച്ചിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാൻ സാധിക്കുമോ? ഹല്ലേലൂയ. കർത്താവ് വരും, കർത്താവ് വരും. യേശു പറഞ്ഞു താൻ വരും എന്ന് പറഞ്ഞു. എന്താണ്? കർത്താവിന്റെ വരവിന് വളരെ പ്രാധാന്യമാണ് വേദപുസ്തകം കൊടുക്കുന്നത്. ഇന്ന് കർത്താവിന്റെ വരവിനേക്കാൾ അധികം പ്രാധാന്യം നമ്മളൊക്കെ കൊടുക്കുന്നത് ഭൂമിയിലെ താൽക്കാലികമായ ആ സൗഖ്യത്തിനും താൽക്കാലികമായ സമ്പത്തിനുമൊക്കെയാണ്. സ്തോത്രമല്ലേ. നമ്മുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ നമ്മൾ കേൾക്കാൻ കൊതിക്കുന്നത് പ്രൈസ് കർത്താവിന്റെ വരവിനെ കുറിച്ചല്ല. കർത്താവ് വരുന്നതിന് മുൻപ് എന്റെ കാര്യങ്ങൾ എന്താകും, എന്റെ തലമുറയുടെ ഭാവി എന്താകും, എന്റെ ഭർത്താവിന്റെ, ഭാര്യയുടെ, എന്റെ സഭയുടെ, ഇങ്ങനെ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ എന്താകുമെന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കുവാനാണ് ഈ തലമുറ ഇഷ്ടപ്പെടുന്നത്. അവർക്ക് ആവശ്യം ഹല്ലേലൂയ ഈ ശരീരത്തിന്റെ ആരോഗ്യവും സൗഖ്യവുമാണ്. ഹല്ലേലൂയ. അവർക്ക് ആവശ്യം ഈ ലോകത്തിൽ കുറെ സമ്പാദിക്കുകയാണ്, വിദ്യ അഭ്യസിക്കുകയാണ്, ലോകത്തിന്റെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ പോയി ഹല്ലേലൂയ നന്മ കൊയ്യുന്ന ഒരു ചിന്തയാണ് ഈ ആധുനിക തലമുറയിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക തലമുറ യേശുക്രിസ്തുവിന്റെ വരവെന്ന അതിപ്രധാനമായ സംഭവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ ശ്രമിക്കുന്ന ദൈവമക്കൾക്ക് ഈ ദിവസങ്ങളിൽ അകത്തേക്ക് കയറി വരേണ്ട ആത്മചിന്ത എന്ന് പറയുന്നത്, എന്റെ ആത്മ മണവാളനായ യേശു വരും. കർത്താവിന്റെ വരവിൽ എനിക്ക് യേശുവിനോടുകൂടെ പോകണം. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഹല്ലേലൂയ ചെയ്തെടുക്കാൻ വേണ്ടിയല്ല, നിലനിൽക്കുന്ന സ്വർഗത്തിൽ നിലനിൽക്കുന്നതായ ദൈവഹിതത്തിനു വേണ്ടി ജീവിതം ചലിപ്പിക്കുവാൻ ഒരു സമർപ്പണം ഉണ്ടാകട്ടെ. സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത് സ്തോത്രം വേദപുസ്തകത്തിലെ ഒരു പ്രധാന വിഷയമാണ്. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ 3 മടങ്ങ് രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഒന്നാമത്തെ വരവ് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ രണ്ടാമത്തെ വരവും സംഭവിക്കാൻ പോകുകയാണ്. ഇനി യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വരവിന് ഇത്രയധികം പ്രാധാന്യം ഉണ്ടാകാൻ കാരണം യേശു കർത്താവ് തന്നെ തന്റെ വാഗൊണ്ട് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അത് ഞാൻ എങ്ങോട്ട് പോകുന്നു? പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു, അഥവാ സ്വർഗത്തിലേക്ക് പോകുന്നു. അപ്പം യേശു കർത്താവ്
തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളെ ഈ വരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ യേശു കർത്താവ് തന്നെ തന്റെ വായു കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും എന്ന് പറഞ്ഞു. സ്തോത്രം. അത് യേശു തന്നെ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഇനി യേശു ക്രിസ്തുവിനോട് അല്ലെങ്കിൽ ദൂതന്മാർ അതിനെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഗലീല പുരുഷന്മാരെ, സ്തോത്രം, അപ്പോസ്തല പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ 11-ാം വാക്യം പഠിക്കും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ന്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു പോയ ക്രിസ്തു അവൻ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. സ്തോത്രം. കണ്ടോ? അപ്പൊ ദൂതന്മാർ അത് ഉറപ്പിച്ചു, സാക്ഷ്യപ്പെടുത്തി. യേശു വീണ്ടും വരും. ഇനി അപ്പോസ്തലന്മാർ ഓരോരുത്തരും അതിനെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. ഫിലിപ്പിയ ലേഖനം 3:20-21 വാക്യങ്ങൾ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ രക്ഷിതാവായ കർത്താവ് നമ്മ വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ പൗലോസ് പറഞ്ഞു, അവൻ സ്വർഗത്തിൽ നിന്ന് വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ യോഹന്നാൻ പറഞ്ഞു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. പത്രോസ് പറഞ്ഞു, കർത്താവ് വരും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഓരോ അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് കൃത്യമായി എഴുത്തുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും യേശു വരും വരും വരുമെന്ന് സഭയോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ പറഞ്ഞു, യേശു കർത്താവ് വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കർത്താവ് വരുമെന്നുള്ളത്, സ്തോത്രം, ഹല്ലേലൂയ, അത് കൃത്യമായി സംഭവിക്കുമെന്ന് വേദപുസ്തകവും ക്രിസ്തുവും അപ്പോസ്തലന്മാരും ദൂതന്മാരും അതിനെ ഉറപ്പിക്കുന്നെങ്കിൽ ഇന്ന് ഈ രാത്രി സന്ദേശം പറയുമ്പോൾ നമ്മുടെ അകത്തും ഒരു ഉറപ്പുണ്ടാകണം. കർത്താവായ യേശു ക്രിസ്തു വരും. സ്തോത്രം. ഇനി കർത്താവായ യേശുവിന്റെ വരവിന് 2 ഘട്ടങ്ങളാണുള്ളത്. യേശുവിന്റെ വരവിന് 2 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ വരവ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഘട്ടം, 2 ഘട്ടങ്ങൾ. രണ്ടാം വരവിന് 2 വശങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ വശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രഹസ്യവരവാണ്. രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പരസ്യവരവാണ്. ഒന്നാമത്തത് യേശുക്രിസ്തുവിന്റെ രഹസ്യ പ്രത്യക്ഷതയും രണ്ടാമത്തത് ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത അഥവാ പരസ്യ പ്രത്യക്ഷത യാണ്. ദൈവമക്കൾ അത് മനസ്സിലാക്കണം. അപ്പൊ കർത്താവ് ഇനി വരും എന്ന് പറഞ്ഞാൽ വരവിന് 2 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവെന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ അഥവാ സഭയെ ചേർക്കുവാൻ എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ആർക്കു വേണ്ടി? തനിക്കുമായി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാർ അഥവാ ദൈവ സഭയെ ചേർക്കാൻ യേശു ആദ്യമായി വരും. ആ വരവിന് പറയുന്ന പേര് രഹസ്യവരവെന്നാണ്. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത്, കർത്താവിന്റെ ദിവസമോ അവൻ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. പണ്ടൊരാൾ പറഞ്ഞു അവൻ കള്ളനായിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അവൻ കള്ളനായിട്ട് വരുമെന്നല്ല, കള്ളനെ പോലെ വരും എന്നാണ് പറഞ്ഞത്. എന്താണ് അതുകൊണ്ട് പൗലോസ് അർത്ഥമാക്കുന്നത്? പ്രൈസോ, കള്ളൻ എവിടെയെങ്കിലും മോഷ്ടിക്കാൻ വന്നാൽ, എന്നാൽ ചില വലിയ വലിയ കള്ളന്മാരൊക്കെ സമയം പറഞ്ഞൊക്കെ വരുന്നവരുണ്ട്. എന്നാൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കള്ളനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് അവനുണ്ടാകുന്നത്. ആരും അറിയാതെ അവന് മോഷ്ടിക്കേണ്ട വസ്തു മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയതിന് ശേഷമായിരിക്കും ഹല്ലേലൂയ അതിന്റെ ഉടമസ്ഥർ ആ വിവരം അറിയുന്നത്. അങ്ങനെ അതീവ രഹസ്യ സ്വഭാവത്തോടുകൂടെയാണ് ഒരു കള്ളൻ കാര്യങ്ങളെ സമീപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഒന്നാമത്തെ ഘട്ടം രഹസ്യ സ്വഭാവമുള്ള വരവായിരിക്കും. അപ്പോൾ അത് ഹല്ലേലൂയ യേശുവിന്റെ ആ വരവിനെ കുറിച്ച് ആകെക്കൂടെ അറിയുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് വരുമെന്നാ പറയുന്നത്. എങ്ങോട്ട് വരുമെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ നിന്ന് വരും. അത് ഇവിടം വരെ വരും. അവൻ ആകാശത്തിൽ
വരുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആകാശത്തിൽ വരും കർത്താവ്. ഭൂമിയിലേക്ക് ആദ്യത്തെ വരവിൽ, ആദ്യത്തെ ഘട്ടത്തിൽ അവൻ ഭൂമിയിൽ വരില്ല, അവൻ ആകാശത്തിൽ വരുമെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടം വരെ വരും. അവിടെ നിന്ന് സഭ ആ യേശുക്രിസ്തുവിങ്കലേക്ക് എടുക്കപ്പെടും. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് സഭയോടാണ് പറയുന്നത്. സകല മനുഷ്യരും അതിൽ പെടുകയില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന, ലോകത്തിന്റെ സകല മാലിന്യങ്ങളും വിട്ടുകളഞ്ഞ്, ലോകത്തിന്റെ സകല അശുദ്ധികളും വിട്ടുകളഞ്ഞ്, വേദപുസ്തകത്തിന്റെ പ്രമാണങ്ങളുടെ വഴിയിലൂടെ കൃത്യമായി സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാർ മാത്രമേ കർത്താവ് താൻ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളവും കേൾക്കുകയുള്ളൂ. മറ്റാരും അത് കേൾക്കുകയില്ലെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. അതിന് പറയുന്നതാണ് രഹസ്യവരവ്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രഹസ്യവരവാണ്. ആ രഹസ്യവരവ് ഹല്ലേലൂയ ആ ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള വരവാണ്. വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോകാനുള്ള കർത്താവിന്റെ വരവാണ്. ആ വരവിൽ ഞാൻ എടുക്കപ്പെടുമെന്ന് ബോധ്യമുള്ള, ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിസാരമല്ല. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുക എന്നുള്ളത് നിസാര കാര്യമേ അല്ല. വളരെ ഗൗരവമേറിയ കാര്യമാണ്. കൃത്യമായി ജീവിക്കാത്ത, കൃപയിൽ ജീവിക്കാത്ത, വിശുദ്ധിയിൽ ജീവിക്കാത്ത ആർക്കും അവിടെ എത്തുവാൻ കഴിയുകയില്ല. ആ കാഹളം കേട്ട് ഉയർക്കണമെങ്കിൽ 1 രക്ഷിക്കപ്പെടണം, 2 സ്നാനപ്പെടണം, 3 പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. ഹാലിൽ. കാരണം ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ, റോമാലേഖനം 8 പറയുന്നു, ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ അവിടെ എടുത്ത് പൗലോസ് പറയുന്നുണ്ട്, ആ ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്, അത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉയർക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ സംഭവിക്കുന്നത്, നമ്മുടെ ഈ ശരീരം കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ ഉയർക്കുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തില്ലെങ്കിൽ കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുകയില്ല. അതിന്റെ കാരണം എഫേസ്യ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്ര വെച്ചിരിക്കുന്നു. എന്തിനു മുദ്ര വെച്ചിരിക്കുന്നു? കർത്താവിന് വേണ്ടി ദൈവത്തിൻ്റെതായി നമ്മളെ മുദ്രയിട്ട് ദൈവം മാറ്റി നിർത്തിയിരിക്കുന്നു. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടേണ്ടതിന് ഉള്ളവരെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് നിർത്തുകയാണ്. അങ്ങനെയുള്ളവരെ കർത്താവ് പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. അവരെ മുദ്രയിട്ട് ഇത് എന്റേതാണ്, എനിക്കുള്ളതാണ്, എന്റെ വരവിൽ എടുക്കപ്പെടേണ്ടതാണ്, എന്റെ ശരീരമാണെന്ന് പിശാചിനെയും ലോകത്തെയും കാണിച്ചു കൊടുക്കാൻ ദൈവമിട്ടിരിക്കുന്ന മുദ്രയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മിൽ ഇല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, കർത്താവിന്റെ വരവിൽ രൂപാന്തരപ്പെടാൻ കഴിയില്ല. ഇനി മരിച്ചുപോയാൽ ആ കർത്താവിന്റെ ആ വരവിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ ഉയർക്കുകയില്ല. കാരണം ഉയർപ്പിക്കുന്നത് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ, കാലം കുറേയായി കർത്താവിനെ അറിഞ്ഞിട്ട് ദീർഘവർഷങ്ങളായി, പക്ഷെ ഇതുവരെ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഈ കൺവെൻഷനിൽ ദൈവം നിങ്ങൾക്കൊരു അവസരം തരുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ കർത്താവ് ദാനം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? നമ്മെ ദൈവം അവന്റെ വീണ്ടെടുപ്പിന്റെ നാളിലേക്ക് നമ്മളെ വേർതിരിച്ചു നിർത്തുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, യേശു പറഞ്ഞു, തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് യാചിക്കുക, കർത്താവേ, നിന്റെ ആത്മാവിനെ എനിക്കും തരണമേ, എന്റെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് ഈ രാത്രി നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, മുഖപക്ഷമില്ലാത്ത കർത്താവ്, വലിയവനെന്നോ ചെറിയവനെന്നോ നോക്കാത്തവൻ, വിദ്യാഭ്യാസം
കാശ് നോക്കാത്തവൻ, പണത്തിന്റെ സ്തോത്രം കൊഴുപ്പ് നോക്കാത്തവൻ, നിന്റെ സ്വാധീനം നോക്കാത്തവൻ, ഇന്ന് പകൽ മുഖം നോക്കാതെ പ്രവർത്തിക്കുന്ന ദൈവം, അവന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കരയുന്ന ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്ന് കർത്താവ് തനിക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. ഇന്ന് രാത്രി ചിലരോട് ദൈവം പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ആത്മാവിൽ നിറയ്ക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ ശക്തിയുടെ അസാധാരണമായ ഇടപെടലുകൾ ഇതിനകത്ത് ചിലരുടെ മേൽ ദൈവാത്മാവ് കൈമാറാൻ പോകുകയാണ്. ഈ തലമുറയിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാനുണ്ട്. ഈ തലമുറയിൽ ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്താനുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ തലമുറയിൽ ദൈവം ചിലരെ പ്രയോജനപ്പെടുത്തുവാൻ പോകുകയാണ്? വിശ്വസിക്കുന്നവർ ആ ദൈവ കരമൊന്നടിച്ച് ഇന്ന് ഹല്ലേലൂയ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. നീ ഉപയോഗിക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ നിന്നെ മാനിക്കുവാൻ, നിന്നെ ഉപയോഗിക്കുവാൻ സർവശക്തൻ അധികാരമുണ്ട്. ഓ റീബാന ശംഭുനാറകൽ കമന. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നാം നിയോഗിക്കുന്ന, നാം ഉപയോഗിക്കുന്ന ഒരാത്മാവിനെ അല്ല, നമ്മെ ഉപയോഗിക്കുന്ന ആത്മാവ്, നമ്മെ ഉപയോഗിക്കുന്ന ആത്മാവ്. അതാണ് ഈ ദിവസങ്ങളിൽ നമുക്ക്, ഈ തലമുറയിൽ നമുക്ക് ആവശ്യം. നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മാവിനെ ഉപയോഗിക്കുകയല്ല, മറിച്ച് നമ്മെ ഉപയോഗിക്കുന്ന ഒരാത്മാവ്. ആ ദൈവാത്മാവ് നമ്മെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മെ ആർക്ക് ചോദിക്കാൻ പറ്റില്ല, ആർക്ക് നമ്മെ തകർക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ശക്തമായ ദൂത് വിളിച്ചു പറയുന്നു. ആർക്കും ഒതുക്കാൻ കഴിയാത്തതുപോലെ, ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്തതുപോലെ ദൈവസഭയ്ക്കകത്തും പുറത്തും നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തെ ഒരു ചരിത്രമാക്കി മാറ്റുവാൻ വിശ്വസിക്കുന്നവർ ദൂതേറ്റെടുക്കാം. ഇന്ന് രാത്രി ദൈവസനെ ദൂതേറ്റെടുക്കാം. ഈ ലോകത്തിൽ എന്തെങ്കിലും, അത് സാമ്പത്തിക നേട്ടമല്ല, ഈ ലോകത്തിൽ എന്തെങ്കിലും ഹല്ലേലൂയ ക്ഷയിച്ചു പോകുന്ന ചില നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, നിത്യതയോളം നിലനിൽക്കുന്ന സ്തോത്രം ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഈ രാത്രി കൊതിക്കുന്നവരെ നിറയ്ക്കുവാൻ സർവശക്തന്റെ കരം ഈ ശുശ്രൂഷയുടെ നടുവിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ചലിക്കുന്നത് ആത്മാവിൽ ഞാൻ അറിയുന്നു. നിങ്ങളുടെ ഇരിപ്പിടത്തിന്മേൽ ദൈവശക്തി വ്യാപരിക്കുക, നിങ്ങളുടെ വീടിനകത്ത് ദൈവശക്തി വ്യാപരിക്കുക, നിങ്ങളുടെ റൂമിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുക. നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറയെയും ദേശത്ത് ഒരു ചരിത്രമാക്കുവാൻ, ദേശത്ത് മാന്യതകൾ കൊണ്ട് നിറയ്ക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്തു. നീ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് നിന്നെ ഉപയോഗിക്കുന്ന ആത്മാവിന് വിധേയപ്പെട്ടാൽ നീ ചിന്തിക്കുന്നതിനേക്കാൾ ശക്തിയോടെ നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. Praise the Lord. Hallelujah. അപ്പോൾ കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത് ഏറ്റവും അടുത്തു വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുന്നു, കർത്താവിന്റെ വരവിനെ കുറിച്ച് ഇവിടെ പറയുന്നു, സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്തോത്രം. ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് സ്തോത്രം ഇവിടെയല്ല, അത് സ്വർഗത്തിലാണ്, അല്ലെ? അപ്പൊ അവിടെയാണ്, സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം. അല്ല, ഇവിടെ നമ്മുടെ വാസം താൽക്കാലികമാണ്, ഇവിടുത്തെ വാസം ക്ഷണികമാണ്. എന്നാൽ നമ്മുടെ നിത്യത സ്വർഗത്തിലാണ്. അവിടെയാണ് നമ്മുടെ അവകാശങ്ങളുള്ളത്. അവിടെ നിന്ന് കർത്താവ് വരും. സ്തോത്രം. എന്തിനു വേണ്ടിയാ? പ്രൈസ് ദി ലോർഡ്. അവൻ വരുന്നത് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, കർത്താവ് വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ സംഭവിക്കുന്നത് സ്തോത്രം, ഒന്ന് വിശുദ്ധന്മാർ, മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. രണ്ടാമത് സംഭവിക്കുന്നത്, അതോടൊപ്പം തന്നെ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്തോത്രം, ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം സംഭവിക്കും. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട്. ഒന്ന്, യേശുവിന്റെ വരവിൽ സംഭവിക്കാൻ പോകുന്നത്, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ച് ആ ക്ഷണികമായ ആയുസ്സിനകത്ത് യേശുക്രിസ്തുവിന്റെ വചനത്തിനു വേണ്ടി ജീവിച്ച ആ ഭക്തന്മാരായ ദൈവമക്കൾ, മരിച്ചുപോയ വിശുദ്ധന്മാർക്കാണ് ആദ്യം മുൻഗണനയുള്ളത്. അവരുടെ ശരീരം ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അടുത്തത് സംഭവിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ ശരീരത്തിന്റെ രൂപാന്തരമാണ് രണ്ടാമത് സംഭവിക്കുന്നത്. ഇതെല്ലാം കൂടെ ഹല്ലേലൂയ സംഭവിക്കുന്ന ആ സമയത്തിന്റെ പരിധി എന്ന് പറയുന്നത്, ആ കണ്ണിമിക്കുന്നതിനിടയിൽ നിന്ന്, കണ്ണ് ഇമയ്ക്കുക, കണ്ണടച്ചു തുറക്കുന്നതിനിടയിൽ ഇതൊക്കെ സംഭവിക്കും. ഏതൊക്കെ? മരിച്ചവരുടെ ഉയർപ്പും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരവും സംഭവിക്കുവാൻ വേണ്ടി ദൈവം
രൂപമെടുക്കുന്ന സമയം, കണ്ണുമയ്ക്കുന്ന സമയം കൊണ്ട് ഇത് സംഭവിച്ചു കഴിയും. അതിവേഗം, ശബ്ദത്തെക്കാൾ വേഗത്തിൽ സ്തോത്രം അല്ലെങ്കിൽ നാം ഇവിടുന്ന് പറന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിൽ സംഭവിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ദൈവം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദൈവമക്കളെ, നാം നമ്മുടെ ശരീരത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാകണം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ, അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് താഴ്ചയുള്ള ശരീരമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ക്ഷീണമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ബലഹീനരായി പോകുന്നത്? ദൈവമക്കളായിട്ടും നമ്മൾ രോഗികളാകുന്നു, നമ്മുടെ ആരോഗ്യം ബലഹീനമാകുന്നു, നമുക്ക് നിരാശയുണ്ടാകുന്നു, ഭാരമുണ്ടാകുന്നു. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ നമ്മളുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. എന്ന് പറഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ, ആ സ്തോത്രം ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ദൈവത്തെക്കാൾ നമ്മെ താഴ്ത്തിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ബലവാനാണ്. ഹല്ലേലൂയ, ദൈവം സർവശക്തനാണ്. പക്ഷെ നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തെക്കാൾ അല്പം കൂടെ താഴ്ത്തി നമ്മെ സൃഷ്ടിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. കർത്താവ് വരുമ്പോൾ ഈ താഴ്ചയുള്ള നമ്മുടെ ശരീരം ദൈവത്തിന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടും. എത്ര പേര് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ ഈ രോഗമുള്ള ശരീരം, എന്റെ ഈ ബലഹീനതയുള്ള ശരീരം ഹല്ലേലൂയ, ഓ സ്തോത്രം വിട്ട് ദൈവത്തിന്റെ താഴ്ച, ദൈവത്തിന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമാകുന്ന ആ ഒരു ശരീരം കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് അതിൽ 7 വിധ താഴ്ചകളുള്ള ശരീരമാണ്. ദ്രവത്വം, അപമാനം, ബലഹീനത, പ്രാകൃതം, മൺമയം, മർത്യം, ക്ഷയം തുടങ്ങിയ 7 വിധ താഴ്ചകൾ ഈ ശരീരത്തിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ 7 വിധ താഴ്ചയിലേക്ക് ദൈവത്തിന്റെ മഹത്വം വന്നിറങ്ങുമ്പോൾ ദ്രവത്വമുള്ള നാം അദ്രവത്വമുള്ള ശരീരമായി മാറും. സ്തോത്രം, അപമാനമുള്ള ശരീരം തേജസ്സുള്ള ശരീരമായി മാറും. ബലഹീന ശരീരം ശക്തിയുള്ള ശരീരമായി മാറും. പ്രാകൃത ശരീരം ആത്മീയ ശരീരമായി മാറും. മൺമയമായ ശരീരം വിൺമയമായ ശരീരമായി മാറും. സ്തോത്രം, മർത്യതയുള്ള ഈ ശരീരം അമർത്യതയുള്ള ശരീരമായി മാറും. ക്ഷയമുള്ള ഈ ശരീരം അക്ഷയമുള്ള ശരീരമായി മാറും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 7 വിധ താഴ്ചകൾ ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങളിൽ മൂന്നാമത്തത്, നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തിന്റെ 7 വിധ താഴ്ചകളും ദൈവത്തിന്റെ 7 വിധ മഹത്വവും വന്നു ചേരുമ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിന്റെ ശരീരത്തിന് തുല്യമായി മാറും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നത്, ഇനി നിങ്ങൾക്ക് കണ്ണുനീരുണ്ടാകില്ല, ഇനി നിങ്ങൾക്ക് ദുഃഖമുണ്ടാകത്തില്ല, ഇനി നിങ്ങൾക്ക് മുറവിളി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. കാരണം ഇപ്പോൾ നമ്മുടെ ശരീരം ദൈവ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും കർത്താവിന്റെ വരവിൽ. അതുകൊണ്ട് രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയമുള്ളവരെ, അടിക്കടി രോഗങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും കരഞ്ഞിട്ടും രോഗം നിന്നെ വിട്ടു മാറുന്നില്ല, ക്ഷീണം നിന്നെ വിട്ടു മാറുന്നില്ല, എപ്പോഴും ബലഹീനതയാ, എപ്പോഴും കിടക്കണം എന്ന് തോന്നുന്നത് പോലെ നിന്റെ ശരീരത്തിൽ വന്നു കയറുന്ന ക്ഷീണമുണ്ടല്ലോ, ഇതിന്റെ എല്ലാം കാരണം ഞാനും നിങ്ങളും ആയിരിക്കുന്നത് താഴ്ചയുള്ള ശരീരത്തിന്. ഭാരപ്പെട്ടു പോകണ്ട. ഈ ശരീരത്തിന്റെ ഗതി മാറുന്ന ഒരു സമയം വരാൻ പോകുകയാ. ഈ ശരീരത്തിന്റെ സ്ഥിതി മാറുന്ന ഒരു ശരീരം വരാൻ പോകുകയാ. നീ അനുഭവിച്ച വേദനയ്ക്കും നീ അനുഭവിച്ച കഷ്ടതകൾക്കും നീ സഹിച്ച രോഗത്തിനും പരിഹാരമായി നിന്റെ ബലഹീനതയിലേക്ക് മഹത്വമുള്ള ദൈവ ശരീരത്തിന്റെ ശക്തി വന്ന് വ്യാപരിച്ചിട്ട് സ്തോത്രം, നമ്മളുടെ സ്ഥിതികൾക്ക് ഒരു മാറ്റം വരിക തന്നെ ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മ പ്രാപിക്കണം, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കണം, ദൈവവചനം പൂർണ്ണമായി അനുസരിക്കണം. വേർപാട് മസ്റ്റാണ്. വേർപാട് പ്രാപിക്കാത്ത ആരും രക്ഷിക്കപ്പെട്ടെന്ന കാരണത്താൽ, സ്നാനപ്പെട്ടെന്ന കാരണത്താൽ, അന്യഭാഷ പറയുന്നുണ്ടെന്ന കാരണത്താൽ
ഹല്ലേലൂയ സ്വർഗത്തിലെത്തത്തില്ല. വേർപാട് പാലിക്കണം. ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. അത് ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. എന്നാൽ പുതിയ നിയമസഭയോട് അതേ വാക്യം കോട്ട് ചെയ്ത് പത്രോസ് 1 അധ്യായത്തിൽ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. അതിന്റെ അർത്ഥം ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, സ്തോത്രം, വ്യത്യസ്തമായ ദൈവങ്ങൾ പാർക്കുന്ന അന്യജാതികളുടെ ഇടയിൽ അവർ എത്തിയപ്പോൾ, കനാൻ ദേശത്ത് അവർ വന്നു ചേർന്നപ്പോൾ അനേക ജാതികളുണ്ട്. ആ ജാതികൾക്ക് അവരുടേതായ ദൈവങ്ങളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇസ്രായേല് സത്യദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജനമാണ്. അതുകൊണ്ട് ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ഞാൻ വേർപെട്ട ദൈവമാകിയാൽ, അതാണ് വിശുദ്ധൻ എന്ന് ഉദ്ദേശിക്കുന്നത്, വേർപെട്ടവൻ എന്ന അർത്ഥത്തില. ഞാൻ വേർപെട്ട ദൈവമാണ്. എങ്ങനെ? കനാൻ ദേശത്തിലെ സകല ദേവന്മാരിൽ നിന്നും സകല ദൈവങ്ങളിൽ നിന്നും ഞാൻ വ്യത്യസ്തനായ ദൈവമാണ്. അവരിൽ ഒരുത്തനെ പോലെ അല്ല ഞാൻ. ചില ആളുകളൊക്കെ സാധാരണ പറയാറുണ്ട്, എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. എല്ലാ ദൈവങ്ങളും ഒന്നല്ല, ദൈവം ഒന്നേയുള്ളൂ. നമ്മുടെ ദൈവം സകല ദേവന്മാരിൽ നിന്നും വ്യത്യസ്തനാണ്, വേർപെട്ട ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളും ജാതികളിൽ നിന്നും വേർപാട് പാലിക്കണം. വേർപാടിന്റെ ഉപദേശം ഹല്ലേലൂയ ഇന്ന് നിലനിൽക്കാതെ പോകുന്ന സമയത്ത് വേർപാടും അതിൻ്റെതായ ഉപദേശങ്ങളും അംഗീകരിക്കാൻ മനസ്സില്ലാത്തൊരു തലമുറയായി ഹല്ലേലൂയ പലരും വളർന്നു വരുമ്പോൾ, എന്നെ ശ്രമിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുന്നു, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെന്ന് കൊതിയുള്ളവരോട് ആത്മാവ് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, നാം വേർപാട് പാലിക്കണം. ഹല്ലേലൂയ. ലോകത്തോട് വേർപാട് പാലിക്കണം, പാപത്തോട് വേർപാട് പാലിക്കണം. സകല ജാതികളിൽ നിന്നും വേർപെട്ടവരായി ദൈവവചനത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം നമ്മൾ ജീവിച്ചാൽ കർത്താവിന്റെ വരവിൽ അവനോട് കൂടെ എടുക്കപ്പെടുകയും നിത്യതയിൽ കർത്താവിനോട് കൂടെ വസിപ്പാനും നമുക്ക് കഴിയും. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ സ്വർഗത്തിലെത്തില്ല. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ഹല്ലേലൂയ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം. എങ്ങനെ ജീവിക്കണമെന്ന് സഭയോട് നൽകുന്ന പ്രബോധനങ്ങളാണ് 21 ലേഖനങ്ങൾ. സഭയെ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവുമില്ലാതെ കർത്താവിന് വേണ്ടി ഒരുക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ പദ്ധതി. ലേഖനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കൾ. ഫിലിപ്പിയ ലേഖനം 2 അധ്യായത്തിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്തോത്രം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളാകേണ്ടതിന്. അങ്ങനെയാണെങ്കിൽ നാം നിൽക്കുന്ന ലോകം വക്രതയുള്ള ലോകമാണ്, കോട്ടമുള്ള ലോകമാണ്. ഇതിന്റെ നടുവിൽ അവരിൽ ഒരുത്തനെ പോലെ ആകുക എന്നുള്ളതല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നാം ആരാണ്? അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളാകണം. ഈ തലമുറയിൽ ദൈവം ആഗ്രഹിക്കുന്നത് നിഷ്കളങ്ക മക്കളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹല്ലേലൂയ, കർത്താവിന്റെ വരവിന്റെ സമയത്ത് ലോകം എങ്ങനെയാകുമെന്ന് പറയുന്നുണ്ട്. സ്തോത്രം, നോഹയുടെ കാലം പോലെ, ലോത്തിന്റെ കാലം പോലെ ലോകമാകും. എന്താണ് നോഹയുടെ കാലഘട്ടത്തിൽ? പ്രൈസ്, നോഹ പ്രസംഗിച്ചു, പക്ഷെ ആരും അത് ഉൾക്കൊണ്ടില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായി നടന്നത് നോഹയും തന്റെ കുടുംബവും മാത്രമാണ്. 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചെന്ന് പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലം പോലെയാകും. നോഹ പ്രസംഗിച്ചു, ആരും ഏറ്റെടുത്തില്ല, ആരും അംഗീകരിച്ചില്ല. ആ പ്രസംഗിച്ചവരെ ഹല്ലേലൂയ സ്തോത്രം വികൃതമാക്കിക്കൊണ്ട് സംസാരിച്ചു. പക്ഷേ ദൈവം പറഞ്ഞ സമയമെടുത്തപ്പോ മഴ പെയ്തു. പെട്ടകം വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നതിന് മുൻപ്, മഴയ്ക്ക് മുൻപ് പെട്ടകത്തിൽ കയറേണ്ടതിനെയൊക്കെ ദൈവം കയറ്റി, ശുദ്ധിയുള്ളതിനെയൊക്കെ ദൈവം അകത്ത് കയറ്റി. അനന്തരം ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു, മഴ പെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പെട്ടകത്തിനകത്ത് പ്രവേശിക്കാത്തവരെല്ലാം ആ വെള്ളത്തിനകത്ത് നശിച്ചുപോയി എന്ന് അവിടെ വ്യക്തമായി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ നോഹയുടെ കാലം പോലെയാകും എന്ന് പറയുമ്പോൾ, സ്തോത്രം, നോഹയുടെ കാലം പോലെ ആ ലോകം എത്തി നിൽക്കുകയാണ്. സ്തോത്രം, ലോത്തിന്റെ കാലം പോലെയാകും. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നോഹ ആ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. നിഷ്കളങ്കനായ നോഹയും തന്റെ കുടുംബമല്ലാതെ മറ്റാരെയും പെട്ടകത്തിനകത്ത് മനുഷ്യനായി ദൈവം പ്രവേശിപ്പിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം നമ്മോട് പറയുന്നത്, സ്വർഗം തരിശു കിടന്നാലും പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ്
പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാത്ത ഒരാളെയും ദൈവം സ്വർഗത്തിൽ കൈക്കൊള്ളത്തില്ല. അതാണ് നോഹയുടെ പെട്ടകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നോഹയുടെ പാരമ്പര്യത്തിൽ പലരും ഉണ്ടായിരുന്നു, പക്ഷെ നിഷ്കളങ്കൻ നോഹ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ നിഷ്കളങ്കരായി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വസ്തന്മാർ കുറയുന്നു. വിശ്വാസികളൊക്കെ പലയിടത്തും കൂടുന്നുണ്ട്, വിശ്വാസികളൊക്കെ ഒത്തിരി വരുന്നുണ്ടെന്നൊക്കെ നമ്മൾ സ്തോത്രം പല മീഡിയയിലൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. അല്ലെങ്കിൽ വിശ്വാസികൾ കൂടുന്നുണ്ടെങ്കിലും വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവിൽ ദൈവം പറയുന്നത്, നല്ലവനും വിശ്വാസിയുമായ ദാസനെ എന്നല്ല, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന. അങ്ങനെയാണെങ്കിൽ കർത്താവ് വരുന്നത് വിശ്വാസികളെ ചേർക്കാനല്ല, വിശ്വസ്തന്മാരെ ചേർക്കാൻ വേണ്ടിയാണ്. മറ്റൊരു പദം പറഞ്ഞാൽ അവൻ വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടിയാണ്. ഈ സന്ദേശം കേൾക്കുന്ന നമ്മോട് സ്വയം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അത് സ്വയം ചോദിക്കുക, നല്ലൊരു കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടേണ്ട നിലയിലുള്ള വിശുദ്ധിയിലും വേർപാടിലും ഞാൻ ജീവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ജീവിക്കുന്നില്ല എന്ന് ബോധ്യം വന്നാൽ ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, മാനസാന്തരപ്പെടുവാൻ ദൈവം നിങ്ങൾക്കൊരു അവസരം തരികയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടെങ്കിൽ രക്ഷിക്കപ്പെടണം. ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെടണം. സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെടുക്കണം. അതിനുശേഷം വേദപുസ്തക വചനമനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കണം. ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിക്കണം, വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളയണം. സ്തോത്രം. പാപം നമ്മിൽ നിന്ന് മാഞ്ഞു പോകണം. പാപത്തെ നാം പുറകിൽ എറിഞ്ഞു കളയണം. ജഡത്തിന്റെ സ്വഭാവങ്ങൾ നമ്മിൽ മരിക്കണം. സ്തോത്രം. ആത്മ സ്വഭാവത്തിന് നമ്മൾ അനുരൂപരാകണം. എന്തിനു വേണ്ടി? കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടേണ്ടതിന് വേണ്ടി. ഇനിയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ വേദ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ വരവ് നടന്നു കഴിഞ്ഞാൽ, പിന്നെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് 7 വർഷത്തെ മഹാപീഡനമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. 7 വർഷത്തെ മഹാപീഡനം സ്തോത്രം ഈ ലോകത്തിൽ നടക്കുമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 7 വർഷത്തെ മഹാപീഡനം. ഈ മഹാപീഡനത്തെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. മഹാപീഡനത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്ന് പറയുന്നവരുണ്ട്. അതായത് പ്രീ ട്രിബലൂഷൻ എന്ന് പറയും. മഹാപീഡനത്തിന് മുൻപെടുക്കപ്പെടുക. മിഡ് ട്രിബലൂഷൻ, അതായത് മഹാപീഡനത്തിന്റെ മധ്യത്തിൽ സഭ എടുക്കപ്പെടും. അതിനുശേഷം പറയുന്നു പോസ്റ്റ് ട്രിബലൂഷൻ എന്ന് പറഞ്ഞാൽ മഹാപീഡനത്തിന് ശേഷം സഭ എടുക്കപ്പെടും. അപ്പൊ സഭയുടെ പുനരാഗമനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ചും സഭയുടെ ഉൽപ്രാപണത്തെ കുറിച്ചും തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. സഭ മഹാപീഡനത്തിന് മുൻപ് എടുക്കപ്പെടുമെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. മഹാപീഡനത്തിന്റെ മധ്യത്തിൽ 3.5 വർഷം കഴിയുമ്പോൾ, 7 വർഷമാണ് മഹാപീഡനം, 7 വർഷമാണ്, 3.5 വർഷമാകുമ്പോഴാണ് സഭ എടുക്കപ്പെടുന്നെന്ന് പറയുന്നുണ്ട്. എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു, സഭ മഹാപീഡനത്തിലൂടെ കടന്നതിന് ശേഷമേ ഒടുവിലെ സഭ എടുക്കപ്പെടുക ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. സ്തോത്രം. എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഭ മഹാപീഡനത്തിന് മുൻപ് എടുക്കപ്പെടുമെന്നുള്ളതാണ്. മഹാപീഡനത്തിലൂടെ സഭ കടന്നുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്താണ് അതിന്റെ കാരണം? ഈ മഹാപീഡനവും സഭയുമായി യാതൊരു ബന്ധവുമില്ല. സ്തോത്രം. മഹാപീഡനവും സഭയുമായി യാതൊരു ബന്ധവുമില്ല. എന്താണ് മഹാപീഡനം എന്ന് പറയുന്നത്? 7 വർഷമാണ്. 7 വർഷം. എന്താണ് ഈ 7 വർഷത്തെ മഹാപീഡനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് മനസ്സിലാകണമെങ്കിൽ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് പോകണം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അത് വിശദീകരിക്കണമെങ്കിൽ മണിക്കൂറുകൾ നമ്മുടെ മുമ്പിൽ വേണം. പക്ഷേ അത് വിശദീകരിക്കാതെ എന്റെ വിഷയത്തെ
വിഷയത്തിലേക്ക് മാത്രം വരേണ്ടതിന് ചില കാര്യങ്ങൾ ഞാൻ അതുമായി യോജിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ദാനിയേലിനോട് പറയുന്നു, ദൈവം പറയുന്നു, അല്ലെങ്കിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നു, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 9-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാകും. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ദാനിയേലിനോടാണ് ദൂതൻ പറയുന്നത്, നിന്റെ ജനം എന്ന് പറഞ്ഞാൽ യഹൂദാ ജനം, വിശുദ്ധ ആ സ്ഥലം എന്ന് പറയുന്നത് നിന്റെ ജനത്തിനും വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് യെരൂശലേം ദൈവാലയവും യെരൂശലേമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും യെരൂശലേം നഗരത്തിനുമാണ്. അപ്പം യഹൂദാ ജനത്തിനും യെരൂശലേം നഗരത്തിനുള്ള ബന്ധത്തിലാണ് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നത്. അപ്പം അതും സഭയുമായി യാതൊരു ബന്ധമില്ല. 7ഉം 62ഉം 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ 7ഉം 62ഉം 69ാമത്തെ ആഴ്ചവട്ടമായപ്പോൾ അഭിഷിക്തനായ ക്രിസ്തു കാൽവറി ക്രൂശിൽ മാനവജാതിക്ക് വേണ്ടി ഛേദിക്കപ്പെട്ടു. സ്തോത്രം. അതോടുകൂടെ 70 വർഷത്തെ ഈ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ 70 ആഴ്ചവട്ടത്തിന്റെ 69 ആഴ്ചവട്ടം കൊണ്ട് അവിടെ താൽക്കാലികമായി ഒരു വിരാമമിട്ടു. അങ്ങനെ 69 ആഴ്ചവട്ടത്തിനും 70ാമത്തെ ആഴ്ചവട്ടത്തിനും ഇടയ്ക്കുള്ള ഈ കാലഘട്ടത്തിന് പറയുന്ന പേരാണ് കൃപായുഗം അഥവാ സഭായുഗം എന്ന് പറയുന്നത്. 69 ആഴ്ചവട്ടം അല്ലെങ്കിൽ അത് യഹൂദനോടും യെരൂശലേമിനോടുള്ള ബന്ധത്തിലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണമാണ് അഭിഷിക്തൻ ഛേദിക്കപ്പെടുക എന്ന് പറയുന്നത്. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടതോടുകൂടെ യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞു. അവർ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീഴട്ടെന്ന് പറഞ്ഞ് യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. അങ്ങനെ അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വീഴട്ടെന്ന് യഹൂദന്മാർ വെല്ലുവിളിച്ചപ്പോൾ യേശു ജാതികളിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണ് സഭയുടെ രൂപാന്തരം അല്ലെങ്കിൽ സഭയുടെ ക്രമീകരണം നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ തള്ളി അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീഴട്ടെന്ന് പറഞ്ഞു. അങ്ങനെ AD 70 മുതൽ യഹൂദന്റെ രക്തം ഭൂമിയിൽ ചൊരിയാൻ തുടങ്ങി. അങ്ങനെ സംഭവിച്ചതാണ്. അവർ ഇരന്നു വാങ്ങിയത. അവര് പറഞ്ഞു, അവനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ ക്രൂശിക്കണം, അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വീണോട്ട്, ഞങ്ങളുടെ മക്കളുടെ മേൽ വീഴട്ടെന്ന് പറഞ്ഞു ദൈവത്തോട് വെല്ലുവിളിച്ചു. ദൈവം അതിന്റെ കണക്ക് കാലഘട്ടങ്ങൾ കൊണ്ട് തീർത്തു. AD 70 തീത്തോസ് എന്ന റോമൻ ചക്രവർത്തി, ടൈറ്റസ് എന്ന റോമൻ ചക്രവർത്തി യഹൂദനെ കൊന്നൊടുക്കാൻ തുടങ്ങി. ആ യഹൂദന്റെ സ്തോത്രം, യഹൂദനെ കൊന്നു തള്ളുന്നത് ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടു, യഹൂദന്മാർ കൊല്ലപ്പെടുവാനിടയായി തീർന്നു. നമുക്കറിയാം, സ്തോത്രം, ജർമ്മനിയിൽ ഹിറ്റ്ലർ 6 ലക്ഷം യഹൂദന്മാരെ സ്തോത്രം കൊന്നുകളഞ്ഞതായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവരേതെല്ലാം രാജ്യങ്ങളിൽ ചിതറിപ്പോയോ, റഷ്യയിൽ സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിൽ കിരാതമായ നിലയിൽ യഹൂദന്മാരെ കൊന്നൊടുക്കി. അങ്ങനെ യഹൂദന്മാരെ കൊല്ലുന്നത് ആളുകൾക്ക് അതൊരു സന്തോഷമായി മാറി. തിരുവോരങ്ങളിലൊക്കെ നിർത്തി അവരെ കൊല്ലുന്ന രീതിയിലേക്കൊക്കെ വന്നു. അങ്ങനെ യഹൂദന്റെ രക്തം അവർ ആഗ്രഹിച്ചതുപോലെ ലോകം മുഴുവൻ ചിതറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടുക യേശുവിന്റെ ക്രൂശുമരണത്തോടു കൂടെയാണ് ഹല്ലേലൂയ സഭ ഇവിടെ സ്ഥാപിതമാകുന്നത്. അപ്പം ഈ 69 ആഴ്ചവട്ടത്തിനും ഇനി ഒരാഴ്ച 70 ആഴ്ചവട്ടത്തിന് ഒരാഴ്ചവട്ടം കൂടെ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ 69നും 70നും ആഴ്ചവട്ടത്തിനിടയ്ക്കുള്ള ഈ കാലഘട്ടത്തിനാണ് കൃപായുഗം അഥവാ സഭായുഗം എന്ന് പറയുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട്? അപ്പോൾ സ്തോത്രം, ഇനി 70ാമത്തെ ആഴ്ചവട്ടം നടക്കണമെങ്കിൽ സഭ ഇവിടെ എടുക്കപ്പെടണം. കാരണം ഇത് സഭായുഗമാണ്. സഭയുടെ ആ യുഗത്തിന്റെ തിരശീല വീഴുമ്പോൾ, ഹല്ലേലൂയ, സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ മഹാപീഡനം നടക്കും. മഹാപീഡനം എന്ന് പറയുന്നത് 7 വർഷമാണ്. അതാണ് ഇനി നടക്കാൻ പോകുന്ന 70ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത്. ഈ ഒരു ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും സഭ എടുക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന 70ാമത്തെ ആഴ്ചവട്ടം അത് യഹൂദനോടും യെരൂശലേമിനോടും
പോലുമുള്ള ബന്ധത്തിലായതുകൊണ്ടാണ് സഭ ഹല്ലേലൂയ മഹാപീഡനത്തിലൂടെ കടന്നു പോകത്തില്ല. സഭയും മഹാപീഡനവുമായി ഒരു ബന്ധവുമില്ല. വിശുദ്ധന്മാരായ നമ്മൾ കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിയ ഹല്ലേലൂയ ഭൂമിയിൽ യഹൂദനുമായിട്ടുള്ള യെരുശലേമുമായിട്ടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ ഇടപെടലിന്റെ ഏറ്റവും ഒടുവിലത്തെ സ്തോത്രം വർഷങ്ങളിലേക്ക് കടന്നു വരും. അതാണ് ഇനി ഭൂമിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ കർത്താവ് വരും. ദൈവത്തിന്റെ പൈതലേ സ്തോത്രം, ഒരിക്കലും ദൈവസഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പക്ഷേ സഭ എല്ലാ കാലത്തും പീഡനങ്ങളിലൂടെയാ കടന്നുപോയത്. സഭയുടെ ചരിത്രം പഠിച്ച നീറോ മുതൽ ഡയോക്ലീഷ്യൻ വരെയുള്ള റോമൻ ചക്രവർത്തിമാർ ഏറ്റവും കിരാതമായ നിലയിൽ, ഭയാനകമായ നിലയിൽ ക്രൈസ്തവ സഭയെ വേട്ടയാടിയിട്ടുണ്ട്. നരാധമന്മാരായ ഭരണാധികാരികൾ നരവേട്ട നടത്തുന്നത് പോലെ ക്രിസ്ത്യാനികളെ മൃഗീയമായി കൊല ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ മനുഷ്യ മനസ്സുകൾക്ക് ഹല്ലേലൂയ ചിന്തിക്കാൻ കഴിയാത്തതുപോലെയുള്ള കൊലപാതകങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ക്രിസ്ത്യാനികളെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഭരണകൂടങ്ങൾ. സഭ എല്ലാ കാലത്തും കഷ്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം. അവ സഭയ്ക്ക് ദൈവം കഷ്ടം വരമായി തന്നിട്ടുണ്ട്. അത് അനുഭവിപ്പാൻ നമ്മൾ ബാധ്യസ്ഥര. പക്ഷെ മഹാപീഡനമെന്ന ആ വലിയ കഷ്ടത്തിലേക്ക് ദൈവം സഭയെ പിടിച്ച് കയറ്റില്ല. അത് നമുക്ക് വേണ്ടിയുള്ളതല്ല, അത് യഹൂദന് വേണ്ടിയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഭൂമിയിൽ വരുന്നതിന് മുൻപ് ആന്റിക്രൈസ്റ്റ് എന്ന ആ ഭരണാധികാരിയുടെ ഭരണം ഭൂമിയിൽ ആഗതമാകുന്നതിന് മുൻപ് സഭ ഇവിടുന്ന് എടുക്കപ്പെടും. ആഗോളമായ സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കലായിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഒരു വലിയൊരു തെളിവെന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു. യേശുവിനോട് കർത്താവിന്റെ വരവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്നുള്ളത്. അത്തി എന്ന് പറയുന്നത് യഹൂദനെ കാണിക്കുന്നു. അത്തി, ഒലിവ്, മുന്തിരി, ഇതൊക്കെ തന്നെ യഹൂദന്റെ മാർഗീയവും രാഷ്ട്രീയവും ഒക്കെയായ അവരുടെ അവസ്ഥകളെയാണത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തിയുടെ തളിർപ്പ്, അത്തി അവരുടെ രാഷ്ട്രീയ അവസ്ഥയാണ് കാണിക്കുന്നത്. മുന്തിരി അവരുടെ ആത്മീയതയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, അത്തി തളിർക്കുന്നു. അത്തിയുടെ തളിർപ്പ് യേശുവിന്റെ വരവിന്റെ സ്തോത്രം, യേശു വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അടുത്ത സമയമാണെന്ന് വേദപുസ്തകത്തിൽ കർത്താവ് തന്നെ പറയും. അത്തി തളിർക്കുമ്പോൾ വേനൽ എന്ന് പറയുന്ന കർത്താവിന്റെ വരവ. അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു. അങ്ങനെയാണെങ്കിൽ അത്തി തളിർത്തു. അത്തി യഹൂദനാണ്. യഹൂദന്റെ രാഷ്ട്രീയ തളിർപ്പ് 1948, അതല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് വരെ ഇസ്രയേൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ചിതറിക്കിടന്നു. നമ്മുടെ കേരളത്തിലും സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ കൊച്ചിയിൽ ഹല്ലേലൂയ യഹൂദന്മാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുൻപ് വരെ ഉണ്ടായിരുന്നത് മട്ടാഞ്ചേരിയിൽ അവരുടേതായ പ്രത്യേക സംവിധാനങ്ങളൊക്കെ മട്ടാഞ്ചേരിയിലുണ്ട്. ഞാൻ അവിടെ യഹൂദന്മാരുടെ സിനഗോഗ് സന്ദർശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും സന്ദർശിച്ചിട്ടുണ്ടാകും. അപ്പോൾ യഹൂദന്മാർ ചിതറിപ്പോയ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മട്ടാഞ്ചേരിയിൽ വരെ യഹൂദന്മാർ ചിതറി വന്ന് പാർത്തു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രയേൽ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചു. ഇസ്രയേലിന് സ്വന്തമായ രാജ്യം കിട്ടി. അവർ സ്വന്തം ദേശത്തേക്ക് അന്നു മുതൽ മടങ്ങി വരാൻ തുടങ്ങി. ഏറെക്കുറെ യഹൂദൻ അവന്റെ സ്വന്തം ദേശത്തേക്ക് സകല രാജ്യങ്ങളിൽ ചേർക്കപ്പെട്ടു. വചനം പറയുന്നത്, അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ദൈവം സകല ജാതികളുടെ ഇടയിൽ നിന്നും യഹൂദനെ അരിച്ചു പിറക്കി അവന്റെ അവകാശ ഭൂമിക്കകത്ത് കൊണ്ടുവരും. അവന്റെ നേരെ നിൽക്കാൻ ലോകത്തിൽ ഒരു ശക്തികൾക്കും സാധ്യമല്ല. യഹൂദന്റെ തളിർപ്പ്, യഹൂദന്റെ രാഷ്ട്രീയ തളിർപ്പ്, സ്തോത്രം, സഭയോട് പറയുന്ന ദൂത്, യേശുവിന്റെ വരവ് അടുത്തു എന്ന് സഭയ്ക്ക് ഉറപ്പ് തരികയാണ്. യഹൂദന്റെ ഹല്ലേലൂയ 1948 ഹല്ലേലൂയ ഒരു ശിശുവായി യഹൂദൻ ജനിച്ചു വീണു. അതിനുശേഷം അനേക യുദ്ധങ്ങൾ യഹൂദന്റെ മുമ്പിൽ വന്നു. അതിൽ ചരിത്ര പ്രസിദ്ധമായ യുദ്ധം 1967 നടന്ന 6 ദിവസത്തെ യുദ്ധം. സകല അറബി രാജ്യങ്ങളും ഒരുമിച്ച് യഹൂദനെതിരെ വന്നു. അല്ല, ഇവരൊരു ജാതിയായിരിക്കാണ് വണ്ണം നാം അവരെ മുടിച്ചു കളയണമെന്ന് പറഞ്ഞ് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ അറബി രാജ്യങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് കൂടി. പക്ഷേ അല്ലേ, അറബി രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അറബി രാജ്യങ്ങളെ ചലിക്കാൻ അനുവദിക്കാതെ യഹൂദന്റെ
ഹല്ലേലൂയ. ആ സൈന്യം സ്തോത്രം ആ മൊത്തത്തിൽ ഈ അറബി രാജ്യങ്ങളെ മുഴുവൻ അടിച്ച് ഒതുക്കി വെറും 6 ദിവസം കൊണ്ട് സ്തോത്രം യുദ്ധം അവസാനിപ്പിച്ചു. ഇസ്രായേൽ ജയിച്ചു. എന്താണ് അതിന്റെ കാരണം? ഇസ്രായേലിന്റെ വളർച്ച, ഇസ്രായേലിന്റെ തളിർപ്പ്, അവരുടെ വളർച്ച സഭയോട് കാണിക്കുന്ന സന്ദേശം കർത്താവിന്റെ വരവടുത്തെന്നുള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ വളരെ ശ്രദ്ധാലുക്കളാകണം. പ്രൈസ് കർത്താവ് അതിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഏത് സമയത്തും കർത്താവ് വരും. കർത്താവ് വന്നാൽ അവനോടുകൂടെ പോകണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ സമയം കഴിഞ്ഞെങ്കിൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടേണ്ട യോഗ്യത ഞാൻ പറഞ്ഞു. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മ പ്രാപിക്കണം, വിശുദ്ധിയിലും വേർപാടിലും അവന് വേണ്ടി കാത്തിരിക്കണം. അപ്പോഴാണ് അവന്റെ വരവിൽ എടുക്കപ്പെടുവാൻ സാധിക്കുക. ഇനി കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നത് എത്ര പേരാണ് എന്നുള്ളൊരു കണക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന കാരണത്താൽ എല്ലാവരും എടുക്കപ്പെടത്തില്ലെന്ന് വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നു. വേർപാടും വിശുദ്ധിയും ഇല്ലാത്ത ആരും കർത്താവിന്റെ വരവിൽ പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞൊരു കണക്കുണ്ട്. കർത്താവ് പറഞ്ഞു സ്തോത്രം, കർത്താവ് വരുമ്പോൾ സ്തോത്രം 2 പേർ കിടക്കയിലായിരിക്കും, ഒരുവൻ എടുക്കപ്പെടും, മറ്റവൻ കൈവിടപ്പെടും. 2 പേർ വയലിലായിരിക്കും, ഒരുവൻ എടുക്കപ്പെടും, മറ്റവൻ കൈവിടും. 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൻ എടുക്കപ്പെടും, മറ്റവൻ കൈവിടും. 2 യാഥാർത്ഥ്യങ്ങളാണ് കർത്താവ് ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, ദൈവത്തിന്റെ കർത്താവിന്റെ വരവിന്റെ സമയം ആർക്കും ഒരു നിശ്ചയവുമില്ല. ഏത് സമയത്തും കർത്താവ് വരാം. അതുകൊണ്ട് സമയം നിശ്ചയമല്ല. ലോകത്തിലെ സമയങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമുക്ക് രാത്രിയായി, അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ പകലാണ്, യൂറോപ്പിലൊക്കെ ഒരു ഉച്ച കഴിഞ്ഞ സമയമാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സമയം ഒരു പ്രശ്നം. ഒരുപക്ഷെ രാത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രിയാണെങ്കിൽ അമേരിക്കയ്ക്ക് പകലായിരിക്കും കർത്താവ് വരുമ്പോൾ. ഓരോ രാജ്യത്തിനു വേണ്ടി അല്ല കർത്താവ് വരുന്നത്, സകല വിശുദ്ധന്മാർക്കും വേണ്ടി ഒറ്റ വരവേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് രാത്രിയാണെങ്കിൽ മറ്റൊരു രാജ്യത്ത് പകലായിരിക്കും, വേറൊരു രാജ്യത്ത് ഉച്ച കഴിഞ്ഞ സമയം, മറ്റൊരു രാജ്യത്ത് വൈകുന്നേര സമയമാകാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് 2 പേർ വയലിലായിരിക്കും. വയലിൽ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ പകൽ സമയത്തല്ലേ പണിക്കിറങ്ങുന്നത്. അപ്പം പകൽ മറ്റൊരു ഭാഗത്ത് തിരികല്ലിൽ പൊടിക്കും. തിരികല്ലിൽ പൊടിക്കുക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ പ്രഭാത ഭക്ഷണത്തിനു വേണ്ടി വൈകുന്നേരത്ത് നമ്മുടെ അമ്മമാരൊക്കെ അരി പൊടിക്കുന്നത് പോലെ. അപ്പം സ്തോത്രം വൈകുന്നേരം, ചില രാജ്യങ്ങൾക്ക് അത് വൈകുന്നേര സമയമാകാം. പിന്നീട് പറയുന്നത് 2 പേർ കിടക്കയിലാകും എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് സാധാരണ രാത്രിയിലാണ്. നമ്മുടെ പല പ്രിയപ്പെട്ടവർ എപ്പോ സമയം കിട്ടിയാലും കിടക്കും. പ്രീസ് പകലെന്നോ രാത്രിയൊന്നോ ഇല്ലാതെ കിടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നത്. കിടക്കാൻ ദൈവം നിശ്ചയിച്ച സമയം രാത്രിയാ. അങ്ങനെയാണെങ്കിൽ 2 പേർ കിടക്കയിലായിരിക്കും എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ രാത്രിയിലായിരിക്കും കർത്താവിന്റെ വരവ്. അപ്പൊ അതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, 2 പേർ എണ്ണം പറയുന്നു. 2 പേർ കിടക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ കൈവിടും. 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടും. 2 പേർ തിരികല്ലിൽ പൊടിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടും. നിങ്ങൾ ശ്രദ്ധിച്ചോ, 2 പേരെ കുറിച്ച് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ശതമാന കണക്ക് നോക്കിയാൽ 50% പേര് എടുക്കപ്പെടും, 50% പേര് കൈവിടും. എവിടുന്ന് കൈവിടും? സഭയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അല്ല, ഇവിടെ ജാതികളുമായിട്ടുള്ള ബന്ധമല്ല, സഭയുമായുള്ള ബന്ധത്തിൽ പറയുമ്പോൾ സഭയ്ക്കകത്തുള്ള 50% എടുക്കപ്പെടാൻ യോഗ്യതയുള്ളവരുണ്ടാകും. 50 പേരും കൈവിടപ്പെടുന്നവരുടെ കൂട്ടത്തിലാകും. അതുകൊണ്ടാണ് 10 കന്യകമാരുടെ ഉപമ കർത്താവ് പറയുമ്പോൾ 5 പേരുടെ വിളക്ക് തെളിഞ്ഞു, 5 പേരുടെ വിളക്ക് തെളിഞ്ഞില്ല. എണ്ണ മേടിക്കാൻ പോയി മടങ്ങി വന്ന 5 പേരോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്തോത്രം 50% ആളുകൾ മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. ഇന്ന് ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി ദൈവമക്കളായി നമ്മൾ ഉറപ്പിക്കണം. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ ഞാൻ എടുക്കപ്പെടണം. എടുക്കപ്പെടുന്നവരുടെ 50%-നകത്ത് ഞാനും ഉണ്ടാകണമെന്നുള്ളൊരു നിർബന്ധം ഈ രാത്രി നമ്മിൽ എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് വരും? എന്തിനാ കർത്താവ് വരുന്നത്? തന്റെ വിശുദ്ധന്മാരെ ചേർക്കാനാ. കർത്താവിന്റെ വരവിൽ അവൻ പെന്തക്കോസ്തുകാരെ ചേർക്കാനല്ല, അവൻ വിശ്വാസികൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ ചേർക്കുകയല്ല, മറിച്ച് ദൈവം സഭയെ ചേർക്കാൻ വരുന്നു. ദൈവം സഭയെ ചേർക്കും എന്ന് പറഞ്ഞ സഭ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളാണ്. സഭ വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ഞാനും നിങ്ങളും വിശുദ്ധിയോടെ നിൽക്കുന്നില്ലെങ്കിൽ, വിശുദ്ധിയോടെ ജീവിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ ആയി പോകാൻ ഇടവരാതിരിക്കേണ്ടതിന് പൗലോസ് പറഞ്ഞു, ഞാൻ ഓടിയതും
അധ്വാനിച്ചത് വെറുതെ ആകാതിരിക്കേണ്ടതിന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക ആരോടൊക്കെയോ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഓട്ടം വൃഥാവാകാതിരിപ്പാൻ, നീ ചെയ്തതൊന്നും ഫലമില്ലാതായി പോകാതിരിപ്പാൻ ഇന്ന് രാത്രി കർത്താവിലേക്ക് മടങ്ങിവ. മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ, ദൈവത്തിന്റെ ആത്മിക ആരാധനയെ ചടങ്ങായി കരുതുന്നവർ, ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നീ ദൈവത്തിങ്കലേക്ക് മടങ്ങിവ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമ്പോ ആ കർത്താവിന്റെ വരവിൽ അവനോടുകൂടെ എടുക്കപ്പെടുവാൻ ഇന്ന് രാത്രി ഒരുങ്ങാത്തവരാരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന അവസാന സമയമാണിത്. ഏറ്റവും ഒടുവിലത്തെ സമയമാണിത്. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ, യേശുവിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുന്നു. ദൈവം നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർന്ന് ഹല്ലേലൂയ കർത്താവിന്റെ വരവിൽ നാം കൈവിടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? റമനഘടകരകദുരിബലഭൗഷസ്യ. ദൈവാത്മാവിന്റെ രാത്രി ആരോടൊക്കെ പറയും.